എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ ഷാജൻസ്കറിയ പുതിയ പറ്റിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. മുതുകാട്, പ്രൊഫസർ മുതുകാട്, അവനെ എല്ലാവരും എഴുതിത്തള്ളിയതാണ്. അവൻ കാണിച്ചു കൂട്ടിയത് ഭിന്നശേഷിക്കാരുടെ കെട്ടിടമെന്നും അവരുടെ അവരെ സഹായിക്കുന്നുവെന്നും അവരെ സംരക്ഷിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അവസാനം ഈ ഭിന്നശേഷിക്കാരുടായ കുട്ടികളുടെ മാതാപിതാക്കളുടെ തന്നെ ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്തു. ഭിന്നശേഷിക്കാർ തന്നെ ടെലിവിഷൻ ചാനലുകളിൽ വന്നിരുന്നു, പിന്നെ ഇയാളുടെ ചെയ്തികളെ പറ്റി പറഞ്ഞു. അപ്പോൾ എല്ലാവരും എഴുതിത്തള്ളി. ഇനി ഇംഗ്ലണ്ടിലോട്ട് മാറ്റി പുതിയ പദ്ധതിയുമായിട്ട് ഷാജൻസ്കറിയ ഇറങ്ങിയിരിക്കുകയാണ്. അതിന് ഷാജൻസ്കറിയക്ക് എന്താണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഷാജൻസ്കറിയക്ക് ആവശ്യം പോലെ പൈസ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നീ കൊടുക്കുന്നില്ല പൈസ? നീ നാട്ടുകാരെ നിന്ന് പിരിച്ച് ഭിന്നശേഷിക്കാരെന്നും പറഞ്ഞ് മുതുകാടിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നിന്റെ മുതലിൽ നിന്ന് നീ ഉണ്ടാക്കിയത് നീ സ്വന്തമായിട്ട് അധ്വാനിച്ചൊന്നുമുണ്ടല്ലോ അല്ലല്ലോ, ആളെ പറ്റിച്ചല്ലേ. അതായത് നീ ഇവിടെ വാർത്താ ചാനലുകൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പറ്റിച്ച്, അതായത് സംഘികളുടെ പ്രചാരകനായിട്ട് തന്നെയാണ് നീ ഇവിടെ ജീവിക്കുന്നത്. നിനക്ക് പല സൈസ് തട്ടിപ്പുണ്ട്. ഇംഗ്ലണ്ടിലായിരുന്നാലും ശരി, അല്ലാത്ത സ്ഥലത്തായിരുന്നാലും ശരി, മലയാളികളെ പ്രത്യേകിച്ച് നീ ഇവിടെ ചാരുന്നെന്ന് പറയുന്ന മുസ്ലിങ്ങളെയാണ് നിന്റെ മെയിൻ ഇരയെന്ന് പറയുന്നത്. മുസ്ലിങ്ങളെ പറ്റി നീ ഒരു ദിവസമെങ്കിലും വീഡിയോ ചെയ്യാത്ത ദിവസം കാണില്ല. മുസ്ലിമിനെ പറ്റി ഒരു ദിവസം നീ അനുകൂലമായിട്ട് പറയുകയാണെങ്കിൽ നീ 100 വീഡിയോ ചെയ്യും മുസ്ലിങ്ങൾക്കെതിരായിട്ട്. അങ്ങനെയുള്ള നീ തെണ്ടിത്തരം കാണിക്കുന്ന നീ പുതിയ പദ്ധതിയായിട്ട് നീ ഇറങ്ങിയിരിക്കുകയാണ്. മുതുകാടിനെ പിന്നെ സ്പോൺസർ ചെയ്തുകൊണ്ട് നിനക്ക് തന്നെ കൊടുക്കാമല്ലോ. നിന്റെ അടുത്ത് ആവശ്യം പോലെ പൈസ ഇല്ലേ? അതിൽ നിന്നൊരു ഭാഗം കൂടി, ഒരു 25% അല്ലെങ്കിൽ ഒരു 10% നിന്റെ മുതലിൻ്റെ 10% നീ എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല? നിനക്ക് ഉണ്ടാക്കി ആവശ്യം പോലെ എന്തിനാണ്? നിനക്കാകെ ഒരു മകളല്ലേ ഉള്ളൂ. ആ പൈസ ഒരാളിന് എത്ര ജീവിക്കാൻ, കാലാകാലം ജീവിക്കാൻ എത്ര രൂപ വേണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നീ അവരെല്ലാം ഇംഗ്ലണ്ടിൽ താമസിക്കുന്നത്. അപ്പൊ നീ ഈ പറ്റിപ്പ്, ഈ മലയാളികളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി നീ ആൾക്ക് കൊടുക്കണ്ട. നിന്നെ കൊണ്ട് എന്തെങ്കിലും കഴിയാമോ അത് നീ ചെയ്. അല്ലാതെ നീ നാട്ടുകാരെ പറ്റിച്ച് മുതുകാടിനെ ഉണ്ടാക്കാൻ നടക്കണ്ട. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പറ്റിച്ചും അല്ലാതെയും പേരെടുത്ത് എന്ത് സമ്പാദിക്കാനാണ്? അപ്പൊ ഭിന്നശേഷിക്കാരായ കുട്ടികളെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി അവരുടെ മാതാപിതാക്കളെ അവഹേളിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെറും പിന്നെ എന്താണ് അവരെ കളിയാക്കുന്നത്, അവരെ ഏതെല്ലാം രീതിയിൽ അവമാനിക്കാനൊക്കെ അതെല്ലാം അപമാനിച്ച മുതുകാടിന് വേണ്ടി നീ സംസാരിക്കേണ്ട കാര്യമില്ല സാജ. നിനക്ക് വേറെ വല്ല പണിയൊന്നുമില്ലേ? നീ സംഘികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നുണ്ടല്ലോ, അതുപോലെ ഇനി ഇതിൽ നിന്നും കൂടെ ലാഭം അടിച്ച് മാറ്റണോ നിനക്ക്? അപ്പോ ഇത് സോറി. അപ്പോൾ ഇത് തൽക്കാലമെങ്കിലും നിനക്ക് നിർത്തി വെച്ചൂടെ ഷാജൻസ്കറിയ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.